8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് കേട്ടോ. അതിൽ സെക്കൻഡ് യൂണിറ്റ് ആയ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ ഈ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ അല്ലേ. അപ്പം പ്രതീക്ഷയുടെ ചിറകുകൾ എന്നുള്ളതാണ് നമുക്ക് ഈ യൂണിറ്റിൽ നോക്കുന്നത്. അപ്പോൾ നോക്കൂ, ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. കോൺഫിഡൻസ് ഈസ് ദ പ്രസന്റ് ടെൻസ് ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ നടക്കാൻ പോകുന്നതിന് ആ പോസിബിൾ ആവുന്നത് അല്ലേ, ആ പോസിബിൾ ആവുന്നത് എന്താണോ അതിന്റെ പാഷനാണിത് ഹോപ്പ്. എന്താണ്? സാധ്യമായ കാര്യങ്ങളോടുള്ള ഒരു പാഷനാണ്, അഭിനിവേശമാണ് എന്ത്? ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലെ. സാധ്യമായ കാര്യങ്ങളോടുള്ള ഒരു പാഷനാണിത് ഹോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ കോൺഫിഡൻസോ ആത്മവിശ്വാസം അല്ലെ. ആത്മവിശ്വാസം എന്നത് എന്താണ്? ആ ഹോപ്പിന്റെ ഒരു പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. പ്രതീക്ഷയുടെ ഒരു പ്രസന്റ് ടെൻസ് ആണ് എന്ത്? കോൺഫിഡൻസ്. അപ്പൊ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ. എന്താണ്? സാധ്യമായ കാര്യങ്ങളോടുള്ള ഒരു പാഷനാണ് എന്ത്? പ്രതീക്ഷ. പിന്നെ കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്നത് എന്താണ്? ആ പ്രതീക്ഷയുടെ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. സോറൻ കീർക്കെഗാർഡ് പറഞ്ഞതാണ് ഈ വാക്കുകൾ അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ ഫസ്റ്റ് എന്താണ്? ഒരു സ്റ്റോറിയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. എ ലോങ് ടൈം എഗോ ദ ഗ്രീക്സ് believed that their god Zeus along with all other gods had created a woman named Pandora അല്ലെ. എന്താണ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് വിശ്വസിച്ചിരുന്ന അവരുടെ ദൈവം സിയസും പിന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ എന്താണ് വേറെയുള്ള ഗോഡ്സും കൂടിയിട്ട് എന്താക്കി ഒരു വുമണിനെ ക്രിയേറ്റ് ചെയ്തു. ആ വുമണിന്റെ പേരാണ് എന്ത്? പാൻഡോര. The gods gave her a box on her wedding day, telling her never to open it. അങ്ങനെ ഗോഡ്സ് എന്താക്കി അവർക്ക്, ഈ ദൈവങ്ങള് ആ പണ്ടോരക്ക് എന്താക്കി ഒരു ബോക്സ് കൊടുത്തു അവളെ വെഡിങ് ഡേന്റെ അന്ന്. എന്നിട്ട് എന്താക്കി അവളോട് പറഞ്ഞത് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. ഇറ്റ് വുഡ് ബ്രിങ് ഹെർ ഹാപ്പിനെസ് they said as long as it remains closed. ആ ബോക്സ് അടച്ചിരിക്കുന്നിടത്തോളം കാലം എന്താണ് അത് അവൾക്ക് സന്തോഷം നൽകുമെന്നും അവർ പറഞ്ഞില്ലേ. പണ്ടോര വാസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. പണ്ടോര എന്താണ്? ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു എന്തായിരുന്നു അല്ലെ, ക്യൂരിയസ് ആയിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു. ഷീ കുഡിൻ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. അപ്പൊ എന്താണ്? ആ പെട്ടി തുറക്കാനുള്ള ആ പ്രചോദനത്തെ എന്താണ് അവൾക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ല അല്ലെ. ആ പെട്ടി തുറന്നാൽ പറ്റൂ എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അല്ലെ. ഓപ്സ് ദ ഗോഡ് ഹാഡ് ട്രാപ്ഡ് ഓൾ ദ വേഴ്സ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്, all the unpleasant feelings and the things we fear the most inside the box. അപ്പൊ എന്താണ്? അവളെ തുറന്നു അല്ലെ. അപ്പൊ എന്താണ്? ദൈവങ്ങൾ എന്താണ് ട്രാപ്പ് ചെയ്തിരിക്കുന്നത്? അതിൽ എന്താണ്? എല്ലാ മോശമായ മനുഷ്യ ഗുണങ്ങളെയും എല്ലാ അസുഖകരമായ വികാരങ്ങളെയും നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങളെയും ഒക്കെ പെട്ടിയിൽ കുടുക്കിയിട്ടായിരിക്കും അല്ലെ. അപ്പോൾ നോ സൂണർ ഡിഡ് പണ്ടോര ഓപ്പൺ ഇറ്റ് ദാൻ ഓൾ ദിസ്. അപ്പം എന്താ പണ്ടോര അത് ഓപ്പൺ ചെയ്തപ്പോൾ എന്താക്കി? ആ സിക്നെസ്സും പെയിനും സഫറിങ്ങും ഗ്രീഡ് ആങ്കർ സോർ എക്സെട്ര ഫ്ലൂ ഔട്ട് ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. പണ്ടോര വാസ് സോ സോറി അല്ലേ. അപ്പം എന്താണ്? അത് തുറന്നു വിടേണ്ട രോഗങ്ങൾ, അതുപോലെ വേദന, കഷ്ടപ്പാട്, അത്യാഗ്രഹം, കോപം, ദുഃഖം മുതലാവിയൊക്കെ എന്താണ് എല്ലാം പറന്നുയർന്ന് എന്താണ് ആ വേൾഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്തല്ലേ, ലോകമെമ്പാടും വ്യാപിച്ചില്ലേ. അതിലിപ്പം എന്താണ് പണ്ടോരയ്ക്ക് ഭയങ്കര സങ്കടമായി. ഷീ ക്ലോസ് ദ ലിഡ് ഓഫ് ദ ബോക്സ്. അവള് പെട്ടെന്ന് എന്താക്കിയത്? ആ ബോക്സ് ക്ലോസ് ചെയ്തു അല്ലെ, മൂടി വെച്ചു. ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ് പ്ലീഡിങ് ടു ബി ഫോർഗിവൺ ബൈ ദ ഗോഡ്സ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. Then she heard the noise of something beating its wings inside the box. It seemed to speak to her in a kind voice too. അപ്പോൾ അവൾ എന്താക്കി? വേഗം ആ ബോക്സ് ക്ലോസ് ചെയ്തില്ലേ. എന്നിട്ട് എന്താക്കി? ദൈവത്തിനോടും മനുഷ്യരോടൊക്കെ എന്താണ് വേൾഡിലുള്ള മനുഷ്യരോടൊക്കെ എന്താണ് മാപ്പ് അപേക്ഷിച്ചു. Then she heard the noise of something beating its wings inside the box. അപ്പോൾ അവൾ എന്താക്കി? ഒരു സൗണ്ട് കേട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ചിറകിട്ടടിക്കുന്ന ഒരു സൗണ്ട് കേട്ടു അല്ലെ. ഇറ്റ് seemed to speak to her in a kind voice too. അപ്പോൾ എന്താ നല്ലൊരു കൈൻഡ് ആയിട്ടുള്ള വോയിസ് ഇത് ഓപ്പൺ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസാരവും കേട്ടു അല്ലെ. ഷീ ഓപ്പൺ ദ ലീഡ് വൺസ് അഗെയിൻ. അവളൊന്നും കൂടി അത് ഓപ്പൺ ചെയ്തു അല്ലെ. ദിസ് ടൈം ഷീ വാസ് നോട്ട് ഡിസപ്പോയിന്റഡ്. ഈ സമയത്ത് അവർക്ക് എന്താണ് ഡിസപ്പോയിന്റ് ചെയ്യേണ്ടി വന്നില്ല അല്ലെ. ഇറ്റ് വാസ് എ ലവ്ലി ലിറ്റിൽ ഏഞ്ചൽ. എന്താണ് ഇത്? ഒരു സ്നേഹനിധിയായ ചെറിയൊരു മാലാഖയായിരുന്നു. എന്താണ്? ഹോപ്പ്. ഹൂ കെയിം ഔട്ട് ഓഫ് ദ ബോക്സ്. എന്താണ്? അത് പുറത്തേക്ക് വന്നു അല്ലെ. ബോക്സിന്റെ പുറത്തേക്ക് വന്നു ആ ഹോപ്പ്, പ്രതീക്ഷ അല്ലെ. ഫ്ലട്ടറിങ് ഹെർ ബ്യൂട്ടിഫുൾ വിങ്സ് ദാറ്റ് ഷോൺ ലൈക്ക് എ ഗോൾഡ്.
എന്താണ് അവളുടെ ചിറകിട്ടടിക്കുകയാണ് അല്ലേ, നല്ല ഭംഗിയുള്ള ചിറകുകൾ ഇങ്ങനെ ചിറകിട്ടടിച്ചപ്പോൾ എന്താണ് ഒരു ഗോൾഡ് പോലെ ഷൈൻ ചെയ്തു അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡിസ്പൈറ്റ് ഓൾ അവർ മിസറീസ് ഹോപ്പ് ഓൾവേസ് റിമെയിൻസ് വിത്ത് അസ്. അപ്പോൾ എന്ത് കഷ്ടപ്പാടുകൾക്കിടയിൽ എന്താണ് പ്രതീക്ഷ നമുക്കുണ്ട് അല്ലേ. ടു കംഫോർട്ട് അസ് ഓൾ ദ ടൈം, എന്താണ് നമ്മൾ ആശ്വസിപ്പിക്കുക എല്ലാ സമയവും. നമുക്കൊരു പ്രതീക്ഷ തന്നിട്ട് എന്താണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. ഓൾദോ പണ്ടോറ കോസ്റ്റ് ദ വേൾഡ് ഗ്രേറ്റ് പെയിൻ ഷീ ഓൾസോ ഗേവ് അസ് ഹോപ്പ് അല്ലേ. എന്താണ് പണ്ടോറ കാരണമാണെന്ത് വേൾഡിൽ ഭയങ്കര പെയിൻ വന്നതെങ്കിലും എന്താണ് അവള് ആ ഹോപ്പും കൂടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്താണ് നമ്മൾ പ്രതീക്ഷ വെക്കുക അല്ലെ. ആ പ്രതീക്ഷ നമുക്ക് എന്താണ് ഒരു ആശ്വാസം നൽകുന്നതാണ്. This is an expression for anything that creates a number of unexpected problems. ഇതെന്ന് പറയുന്നത് എന്താണ് ഒരുപാട്. അപ്പൊ ഈ പണ്ടോറാസ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ ഫോർ എനിത്തിങ് ദാറ്റ് ക്രിയേറ്റ്സ് എ നമ്പർ ഓഫ് അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് അല്ലെ. അപ്പൊ എന്താണ് അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നിരവധി പ്രോബ്ലംസ് സൃഷ്ടിക്കുന്ന എന്തിനേയും സൂചിപ്പിക്കുന്നതാണ് ഒരു പദപ്രയോഗമാണെന്ത് ഈ പണ്ടോറാസ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ യൂസിങ് സോഷ്യൽ മീഡിയ വിത്തൗട്ട് ഡ്യൂ കെയർ ക്യാൻ ബി ലൈക്ക് ഓപ്പണിംഗ് എ പണ്ടോറ ബോക്സ് അല്ലെ. ഉദാഹരണത്തിന് എന്താണ് നമ്മൾ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു പാണ്ടോര തുറക്കുന്നത് പോലെയാണ് അല്ലെ. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പണ്ടോര? നിങ്ങളാണ് പണ്ടോര എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? നിങ്ങൾ ആ ഓപ്പൺ ചെയ്യുമോ ബോക്സ്? വൈ? നമ്മളാണ് ഓപ്പൺ ചെയ്യൂലേ, നമുക്ക് ഒരു ഇതുണ്ടല്ലോ നമുക്ക് ജിജ്ഞാസയൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ചെയ്യൂലേ. നിങ്ങളാണെങ്കിൽ ഓപ്പൺ ചെയ്യോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇഫ് ഐ വർ പണ്ടോര ഐ മൈറ്റ് ഹാവ് ഓപ്പൺ ദ ബോക്സ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ജസ്റ്റ് ലൈക്ക് എനി ഹ്യൂമൻ വുഡ് അല്ലെ. ഏത് ഹ്യൂമൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്യൂലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡു യു തിങ്ക് ദ ഗോഡ്സ് പ്ലേസ്ഡ് ഹോപ്പ് ഇൻ ദ ബോക്സ് അലോങ് വിത്ത് ഓൾ ദ ഈവിൾസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ദൈവം പ്രതീക്ഷ ഇവിടെ വെച്ചല്ലോ അല്ലെ. അതുപോലെ എന്താണ് ഹോപ്പ് ഇൻ ദ ബോക്സ്, ബോക്സിൽ എന്തുകൊണ്ടാണ് ദൈവം പ്രതീക്ഷേനെ വെച്ചത്? അലോങ് വിത്ത് ഓൾ ദ ഈവിൾസ്, എല്ലാ ഈവിൾസിന്റെയും കൂട്ടത്തിൽ ഈ ഹോപ്പിന് എന്തുകൊണ്ടാണ് ദൈവം ആ ബോക്സിൽ വെച്ചതെന്നാണ് ചോദിച്ചത്. എന്താണ്? ബിക്കോസ് ഹോപ്പ് ഹെൽപ്പ് പീപ്പിൾ സ്റ്റേ സ്ട്രോങ് അല്ലെ. ഈ ഹോപ്പാണ് പ്രതീക്ഷയാണ് ആൾക്കാരെ എന്താക്കുന്നത് സ്ട്രോങ് ആക്കുന്നത് അല്ലെ. ഈവൻ വെൻ ബാഡ് തിങ്സ് ഹാപ്പൻ, എന്താണ് ബാഡ് ആയിട്ടുള്ള സംഭവം നടന്നാൽ തന്നെ എന്താണ് പ്രതീക്ഷയാണ് മനുഷ്യനെ എന്താണ് പിടിച്ചു നിർത്തി സ്ട്രോങ് ആക്കുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താ നോക്കിയേ? നെക്സ്റ്റ് നോക്കൂ. ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് us ഇൻ ഹാർഡ് ടൈംസ്? അപ്പൊ എങ്ങനെയാണ് പ്രയാസകരമായ സമയങ്ങളിൽ നമുക്ക് ഹോപ്പ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? Hope gives us the courage to move forward even when everything feels dark or difficult. അല്ലെ, ഹോപ്പാണ് നമുക്ക് എന്താക്കുന്നത് നമുക്ക് തരുന്ന കറേജ് അല്ലെ, മുന്നോട്ട് പോകാനുള്ള കറേജ് തരുന്നതും. വെൻ എവറിത്തിങ് ഫീൽസ് ഡാർക്ക് ഓർ ഡിഫിക്കൽട്ട്, ഏത് കാര്യത്തിലും എന്താ ഡാർക്കും ഡിഫിക്കൽട്ടും ആവുന്ന സമയത്ത് നമ്മൾ ഫീൽ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് എന്താണ് നമ്മളെ കറേജ്, ഹോപ്പാണ് നമുക്ക് എന്തൊരു കറേജ് ഒക്കെ തരുന്നത് അല്ലെ മുന്നോട്ട് പോവാന്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഡോണ്ട് ദി സ്റ്റോറി ഓഫ് പാൻഡോറ റിമൈൻഡ് us ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ് ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. എന്താണ്? പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ചാടി രക്ഷപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പണ്ടോറയുടെ സ്റ്റോറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഹാസ് ഹോപ്പ് എവർ ഹെൽപ്ഡ് യു ഇൻ ഹാർഡ് ടൈംസ്? അപ്പോൾ ഹാർഡ് ടൈംസിൽ നിങ്ങൾ ഹോപ്പ് നിങ്ങളെ എപ്പോഴെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ? ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഐഡിയ ഫർദർ ഇൻ എമിലി ഡിക്കിൻസൺസ് പോയം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ദ ഫെദേഴ്സ്. എന്താണ്? നമുക്ക് എമിലി ഡിക്കിൻസന്റെ ഈ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ള പ്രതീക്ഷയാണെന്ത് തൂവലുകൾ എന്ന കവിതയിൽ ഈ ആശയം കൂടുതൽ എന്താണ് പര്യവേഷണം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് ഈസ് ദ തിങ്സ് വിത്ത് ഫെദേഴ്സ്, എമിലി ഡിക്കിൻസ് അല്ലെ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ അല്ലെ. പ്രതീക്ഷയാണ് എന്ത്? തിങ് വിത്ത് ഫെദേഴ്സ്, എന്താ ഒരു തൂവലുകളുള്ള ഒരു വസ്തു അല്ലെ. തൂവലുള്ള വസ്തു പറഞ്ഞാൽ എന്താണ്? ഒരു ബേർഡാണ് അല്ലെ. പക്ഷെ നേരിട്ട് പറയുന്നില്ല അല്ലെ, ഹോപ്പ് ഈസ് ദ ബേർഡ് എന്ന് പറയുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് അല്ലെ. ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രതീക്ഷയുടെ തൂവലാണ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഇത് മെറ്റഫോർ ആണ് കേട്ടോ. ഓക്കെ, ഈ എമിലി ഡിക്കിൻസന്റെ ഇവിടെ നോക്കൂ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. അപ്പം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെ. അപ്പൊ ആത്മാവിൽ ഫെദർ ഉള്ള ഒരു വസ്തുവാണെന്ത്? നമ്മുടെ ഹോപ്പ് അല്ലെ, പ്രതീക്ഷ എന്ന് പറയുന്നത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ.
എന്താണ് നമുക്ക് ഇവിടെ ഈ സിങ്സ് ട്യൂൺ ചെയ്യുന്നത് അല്ലേ ഈ ട്യൂൺ ചെയ്യുന്ന എന്താണ് വാക്കുകളില്ലാതെയാണ് എന്താണ് ഈണം പാടുന്നത് അല്ലെ. ഒരിക്കലും അത് എന്താക്കുന്നില്ല, നിൽക്കുന്നില്ല അല്ലെ, നിലയ്ക്കുന്നില്ല ഈ പ്രതീക്ഷകൾ അല്ലെ. ആൻഡ് sweetest in the gale is heard, and sore must be the storm that could abash the little bird that kept so many warm. എന്താണ് കൊടുങ്കാറ്റിൽ ഏറ്റവും മധുരമായിട്ട് കേൾക്കുകയാണ്. സ്വീറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മധുരം അല്ലെ, മധുരമുള്ള കൊടുങ്കാറ്റ് നമ്മൾ കേൾക്കുകയാണ് അല്ലെ. ആൻഡ് സോർ മസ്റ്റ് ബി സ്റ്റോം, എന്താണ് സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ കൊടുങ്കാറ്റ് അല്ലെ. കൊടുങ്കാറ്റ് എന്താ സോർ ശക്തിപ്പെടുകയാണ് അല്ലെ, അത്രയും എന്താണ് ശക്തിപ്പെടുകയാണ് അല്ലെ. that could abash the little bird that kept so many warm. അപ്പോൾ ഇവിടെ എന്താണ് കൊടുങ്കാറ്റിൽ ഏറ്റവും മധുരം കേൾക്കുന്ന അല്ലെ, അത്രയും പേരെ ചൂടാക്കിയ കൊച്ചു പക്ഷിയെ തകർക്കാൻ കഴിയുന്ന കൊടുങ്കാറ്റ് എന്താണ് ഭയങ്കര വേദനാജനകമായിരിക്കണം. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ഐ ഹാവ് ഹേർഡ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്. ചില്ലസ്റ്റ് പറഞ്ഞാൽ തണുപ്പുള്ള ദേശത്ത് അല്ലേ. അപ്പൊ എന്താണ് ഞാനത് കേട്ടിട്ടുണ്ട്, നല്ല തണുപ്പുള്ള പ്രദേശത്തും. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ, കടലിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട് അല്ലേ. യെറ്റ് എന്നിട്ട് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. ക്രംബ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണം എന്നുള്ള അല്ലെ, ഭക്ഷണ സാധനം അല്ലെ. അപ്പൊ എന്താണ് ഒരിക്കലും അതിന് കടന്നപ്പോൾ എന്താണ് അത് എന്നോട് ഒരു കഷ്ണം പോലും ചോദിച്ചിട്ടില്ല എന്നല്ലേ. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. അത് ഏറ്റവും തണുപ്പുള്ള ദേശത്തും ഏറ്റവും വിചിത്രമായ കടലിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കലും എന്താണ് അത് അതിര് കടന്നപ്പോൾ എന്താണ് അത് എന്നോട് ഒരു കഷ്ണം പോലും ചോദിച്ചിട്ടില്ല എന്ന്. ഇതാരാ എഴുതിയിരിക്കുന്നത്, എമിലി ഡിക്കിൻസൺ ആണ് അല്ലെ. വാസ് ആൻ അമേരിക്കൻ പോയറ്റ് വിത്ത് എ യുണീക്ക് ആൻഡ് ഇന്നോവേറ്റീവ് സ്റ്റൈൽ. ബോൺ ഇൻ Massachusetts, she lived much of her life in seclusion. Dickinson wrote nearly 1,800 poems, of which only a few were published in her lifetime. ഇത്രയും പോയംസ് ഒക്കെ എന്താണ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ലൈഫ് ടൈമിൽ എന്താണ് കുറച്ച് മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഹെർ പോംസ് എക്സ്പ്ലോർ ദ തീംസ് ഓഫ് ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി, നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ. ഹെർ മോസ്റ്റ് ഫേമസ് പോയം ഇൻക്ലൂഡ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ഐ ഹേർഡ് എ ഫ്ലൈ ബേഴ്സ് when I died, and a success is counted sweetest. ഇതൊക്കെയാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള പോയം അല്ലെ, എമിലി ഡിക്കിൻസന്റെ. അപ്പൊ ഈ സ്റ്റോറിയിൽ എന്താണ് നമുക്ക് പറയുന്നത്, ഹോപ്പാണ് അല്ലെ, പ്രതീക്ഷയാണ് അല്ലെ. നമുക്ക് പ്രതീക്ഷ ഏത് കാവൽഘട്ടത്തിൽ എന്താണ് നമ്മൾ അതിജീവിക്കുന്ന എന്താണ് നമുക്കൊരു പ്രതീക്ഷ തന്നുകൊണ്ടാണ് അല്ലെ. എന്ത് കഷ്ടപ്പാടായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏത് തണുപ്പുകാരായിക്കോട്ടെ, എന്ത് കടലിന്റെ നടുക്കായിക്കോട്ടെ, അതിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുന്ന എന്താണ് നമുക്ക് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സംഭവം, ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ താങ്ക് യു.